നമസ്കാരം. ജെ ലൈഫ് സ്റ്റൈൽ സ്ലീപ്പിംഗ് സ്റ്റോറി ടെല്ലിംഗ് ചാനലിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ രാത്രിയുടെ ശാന്തതയിലേക്ക് നിങ്ങളെ ഞങ്ങൾ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ദിനം മുഴുവൻ ഉണ്ടായ തിരക്കുകളും ചിന്തകളും അല്പസമയം മറന്ന് മനസ്സിനും ശരീരത്തിനും വിശ്രമം നൽകാനുള്ള സമയമാണിത്. സുഖമായി കിടക്കൂ, കണ്ണുകൾ പതുക്കെ അടയ്ക്കൂ. എന്റെ ശബ്ദത്തോടൊപ്പം ഈ മനോഹരമായ കഥയുടെ ലോകത്തിലേക്ക് യാത്ര തുടങ്ങാം. അപ്പോൾ ഇന്നത്തെ ഉറക്കക്കഥയിലേക്ക് സ്വാഗതം. നിധി വേട്ടക്കാരൻ. എന്റെ പേര് അജ്മൽ. ഞാൻ ഒരു പാവപ്പെട്ട കുടുംബത്തിലാണ് ജനിച്ചത്. ഞങ്ങളുടെ ഗ്രാമം ഒരു ചെറിയ മലഞ്ചെരിവിലായിരുന്നു. അച്ഛൻ കൂലിപ്പണിക്കാരനായിരുന്നു. അമ്മ വീടുകളിൽ ജോലി ചെയ്ത് കുടുംബത്തെ സഹായിക്കുമായിരുന്നു. പല ദിവസങ്ങളിലും വീട്ടിൽ ആവശ്യത്തിന് ഭക്ഷണം പോലും ഉണ്ടാകാറില്ലായിരുന്നു. പക്ഷേ ഒരു കാര്യം എനിക്ക് ഉണ്ടായിരുന്നു. അത് പണമല്ല, അത് ബുദ്ധിയായിരുന്നു. ചെറുപ്പം മുതൽ എനിക്ക് പഴയ കഥകൾ കേൾക്കാൻ വലിയ ഇഷ്ടമായിരുന്നു. പ്രത്യേകിച്ച് നിധികളെക്കുറിച്ചുള്ള കഥകൾ. ഗ്രാമത്തിലെ അമ്മൂമ്മമാർ പറയാറുണ്ടായിരുന്നു, ഈ മലയുടെ അടിയിൽ ഒരു രാജാവിന്റെ നിധി ഒളിപ്പിച്ചിട്ടുണ്ടത്രേ. കാട്ടിനുള്ളിലെ പഴയ ക്ഷേത്രത്തിൽ സ്വർണ്ണപ്പെട്ടി ഉണ്ടത്രേ. പഴയ കോട്ടയുടെ അടിയിൽ രഹസ്യ തുരങ്കമുണ്ടത്രേ. ഇങ്ങനെ പല കഥകളും ഞാൻ കേട്ടിട്ടുണ്ട്. മറ്റുള്ളവർ അവയെ വെറും കഥകളായി കണ്ടു. പക്ഷേ ഞാൻ അങ്ങനെ ആയിരുന്നില്ല. ഓരോ കഥയ്ക്കും പിന്നിൽ ഒരു സത്യമുണ്ടാകും, ഞാൻ എപ്പോഴും ചിന്തിക്കുമായിരുന്നു. ഒരു ദിവസം ഗ്രാമത്തിലെ പഴയ ലൈബ്രറിയിൽ ഞാൻ പോയി. അവിടെ ആരും വരാറില്ലായിരുന്നു. പൊടിപിടിച്ച പുസ്തകങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു മൂലയിലിരുന്ന പഴയ പുസ്തകം എന്റെ ശ്രദ്ധ പിടിച്ചുപറ്റി. പുസ്തകത്തിന്റെ പുറത്ത് എഴുതിയിരുന്നത്, വെള്ളിമല രാജാവിന്റെ രഹസ്യം. ഞാൻ അത് തുറന്നു. പേജുകൾ മഞ്ഞനിറമായിരുന്നു. ചില ഭാഗങ്ങൾ കീറിയിരുന്നു. പക്ഷേ ഒരു പേജിൽ ഒരു മാപ്പ് ഉണ്ടായിരുന്നു. മാപ്പിൽ ഒരു മലയും ഒരു നദിയും ഒരു വലിയ ആൽമരവും വരച്ചിരുന്നു. അതിനടിയിൽ ഇങ്ങനെ എഴുതിയിരുന്നു, ബുദ്ധിയുള്ളവൻ മാത്രം നിധിയിലെത്തും. എന്റെ ഹൃദയം വേഗത്തിൽ മിടിക്കാൻ തുടങ്ങി. ഇത് വെറും കഥയല്ലെന്ന് എനിക്ക് തോന്നി. അടുത്ത കുറച്ച് ദിവസങ്ങൾ ഞാൻ ആ പുസ്തകം മുഴുവൻ വായിച്ചു. അതിൽ ഒരു പഴയ രാജാവിനെക്കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. യുദ്ധകാലത്ത് തന്റെ നിധി സുരക്ഷിതമായി ഒളിപ്പിക്കാൻ രാജാവ് തീരുമാനിച്ചു. ആർക്കും കണ്ടെത്താൻ കഴിയാത്ത സ്ഥലത്ത് അത് മറച്ചു. പക്ഷേ ഒരു മാപ്പും ചില സൂചനകളും മാത്രം അവശേഷിപ്പിച്ചു. വർഷങ്ങൾ കഴിഞ്ഞു. രാജാവും രാജ്യവുമെല്ലാം ചരിത്രമായി. പക്ഷേ നിധി ആരും കണ്ടെത്തിയില്ല. ഇത് ഞാൻ കണ്ടെത്തും, ഞാൻ മനസ്സിൽ പറഞ്ഞു. അടുത്ത ദിവസം രാവിലെ ഞാൻ യാത്ര തുടങ്ങി. എന്റെ കൈയിൽ ഒരു ബാഗ് മാത്രം. അതിനുള്ളിൽ ഒരു വെള്ളക്കുപ്പി, കുറച്ച് ഭക്ഷണം, ഒരു ടോർച്ച്. ആ പഴയ മാപ്പ് നോക്കി ഞാൻ മലയിലേക്ക് നടന്നു. മണിക്കൂറുകളോളം നടന്ന ശേഷം ഒരു വലിയ ആൽമരം കണ്ടു. മാപ്പിൽ ഉണ്ടായിരുന്നതുപോലെ തന്നെ. എനിക്ക് വലിയ സന്തോഷമായി. ഞാൻ ശരിയായ വഴിയിലാണ്. ആൽമരത്തിന്റെ അടിയിൽ ഒരു കല്ല് ഉണ്ടായിരുന്നു. അതിൽ ചില വിചിത്ര അടയാളങ്ങൾ കൊത്തിയിരുന്നു. മറ്റുള്ളവർക്ക് അത് വെറും വരകൾ പോലെ തോന്നുമായിരുന്നു. പക്ഷേ ഞാൻ ശ്രദ്ധിച്ചു നോക്കി. അത് ഒരു പസിൽ ആയിരുന്നു. കുറച്ചു നേരം ആലോചിച്ച ശേഷം അതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. അടയാളങ്ങൾ സൂചിപ്പിച്ചത് വടക്കോട്ട് പോകാനായിരുന്നു. ഞാൻ വീണ്ടും യാത്ര തുടർന്നു. കുറച്ചു ദൂരം നടന്നപ്പോൾ ഒരു പഴയ ഗുഹ കണ്ടു. ഗുഹയുടെ പ്രവേശന കവാടം പാറകൾ കൊണ്ട് ഭാഗികമായി അടഞ്ഞിരുന്നു. ഞാൻ അകത്തേക്ക് കയറി. ടോർച്ചിന്റെ വെളിച്ചത്തിൽ ചുറ്റും നോക്കി. ഗുഹയുടെ ഭിത്തികളിൽ പഴയ ചിത്രങ്ങൾ ഉണ്ടായിരുന്നു. അവയിൽ രാജാവിന്റെ സൈനികരും കുതിരകളും നിധിപ്പെട്ടികളും വരച്ചിരുന്നു. അതുകണ്ട് എന്റെ ആവേശം കൂടിക്കൊണ്ടിരുന്നു. പെട്ടെന്ന് എന്റെ കണ്ണിൽ ഒരു കാര്യം പെട്ടു. ഭിത്തിയിൽ ഒരു അമ്പടയാളം. അത് ഒരു ചെറിയ വഴിയിലേക്ക് കാണിക്കുകയായിരുന്നു. ഞാൻ ആ വഴിയിലൂടെ നടന്നു. അവസാനം ഒരു വലിയ കല്ല് മുന്നിൽ കണ്ടു. കല്ലിൽ എഴുതിയിരുന്നത്, ലോഭിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഞാൻ ആലോചിച്ചു, ഇതിന്റെ അർത്ഥമെന്താണ്? കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഞാൻ കല്ലിന്റെ അടിഭാഗം പരിശോധിച്ചു. അവിടെ ഒരു ചെറിയ സംവിധാനം ഉണ്ടായിരുന്നു. കല്ല് ബലം പ്രയോഗിച്ച് തള്ളിയാൽ അത് തുറക്കില്ല. പക്ഷേ ഒരു പ്രത്യേക ഭാഗത്ത് അമർത്തിയാൽ മാത്രം തുറക്കും. ഞാൻ അത് കണ്ടെത്തി. കല്ല് പതുക്കെ നീങ്ങി. അതിന് പിന്നിൽ ഒരു രഹസ്യപാത ഉണ്ടായിരുന്നു. ഞാൻ അകത്തേക്ക് കടന്നു. അവിടെ വായു തണുത്തിരുന്നു. ചില ഭാഗങ്ങളിൽ വെള്ളം തുള്ളി വീഴുന്ന ശബ്ദം കേൾക്കാമായിരുന്നു. ഞാൻ മുന്നോട്ട് നടന്നു. അല്പസമയത്തിനു ശേഷം ഒരു വലിയ മുറിയിലെത്തി. മുറിയുടെ നടുവിൽ 3 വാതിലുകൾ. ഓരോ വാതിലിലും ഓരോ വാക്കുകൾ. ഒന്നാമത്തെ വാതിലിൽ സമ്പത്ത്, രണ്ടാമത്തെ വാതിലിൽ ശക്തി, മൂന്നാമത്തെ വാതിലിൽ ജ്ഞാനം. ഇപ്പോൾ ഏത് വാതിൽ തുറക്കണം? തെറ്റായ വാതിൽ തുറന്നാൽ അപകടമുണ്ടാകുമെന്ന് എനിക്ക് തോന്നി. ഞാൻ ചുറ്റും പരിശോധിച്ചു. അപ്പോൾ ഒരു ചെറിയ എഴുത്ത് കണ്ടു, യഥാർത്ഥ നിധി ആഗ്രഹിക്കുന്നവൻ ശരിയായ തിരഞ്ഞെടുപ്പ് നടത്തും. ഞാൻ ഏറെ നേരം ചിന്തിച്ചു. ഒരു രാജാവ് തന്റെ ഏറ്റവും വലിയ രഹസ്യം ഒളിപ്പിക്കുമ്പോൾ എന്ത് തിരഞ്ഞെടുക്കും? പണം, അധികാരം, ജ്ഞാനം. ഞാൻ മൂന്നാമത്തെ വാതിൽ തുറന്നു.
വാതിൽ പതുക്കെ തുറന്നു. അതിനു പിന്നിൽ ഒരു നീണ്ട തുരങ്കം. എന്റെ ഹൃദയം വീണ്ടും വേഗത്തിൽ മിടിക്കാൻ തുടങ്ങി. കാരണം എനിക്ക് തോന്നി, നിധി ഇപ്പോൾ വളരെ അടുത്താണ്. എന്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി ഒരു ലൈക്ക് ചെയ്യൂ. ഇനിയും ഇത്തരം നല്ല വീഡിയോകൾ കാണാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെൽ ഐക്കൺ അമർത്താനും മറക്കരുതേ. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ പ്രചോദനം. നന്ദി.